ഹായ്. കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി കട്ടപ്പന സ്വദേശിയായ ബസ് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം വിഷം കഴിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. വല്ലാത്തൊരു അവസ്ഥയാണ് ആ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എനിക്ക് ആദ്യം ഈ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ വാർത്തകളൊക്കെ കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് ഈ കാര്യം മനസ്സിലായത്. എന്ത് പറ്റി, റീൽസിലൊക്കെ ഒരുപാട് ഇതൊക്കെ വരുന്നു, പക്ഷേ ഞാനത് അടിച്ചു കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കിപ്പ് ചെയ്ത് വിട്ടു. എന്താണെന്നറിയില്ല. പിന്നെ അതിന് ശേഷം ഒരുപാട് വാർത്തകൾ വന്നതിന് ശേഷമാണ് ഞാൻ ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കിയത്. അപ്പോൾ രഞ്ജീഷ് എന്നാണ് ആളുടെ പേര്. 38 വയസ്സായിട്ടുണ്ട്. ആൾ കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കാണ് കുഞ്ഞ് ആയത്. അപ്പോൾ ഭാര്യ ഷാർജയിലേക്ക് ജോലിക്ക് പോയി. മകനെ ഈ രഞ്ജീഷാണ് വളർത്തുന്നത്. 8 വയസ്സായിട്ടുണ്ട് മകന്. ഷാർജയിൽ ജോലിക്ക് പോയ ഭാര്യയ്ക്ക് അവിടെ ഒരു റിലേഷൻഷിപ്പിലാകുന്നു. ഈ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു. പിന്നെ അടുത്ത മകനെ വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ മകന് അമ്മയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനം കോടതി എടുക്കുന്നു. അങ്ങനെ മകനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ വിഷമത്തിൽ, ആ ഒരു ആഘാതത്തിലാണ് ഈ രഞ്ജീഷ് എന്ന് പറയുന്ന ആ വ്യക്തി ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതങ്ങനെയാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ ആരും ഇല്ല, നമ്മളൊരു ഒറ്റപ്പെട്ടു പോയി ആരും ഇല്ല എന്ന രീതിക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഇത്തിരി ഒരു അല്പമെങ്കിലും മനക്കട്ടിയുള്ളവർ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ജീവിക്കും. പക്ഷേ ആ ഒരു മനക്കെട്ടി ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇതിന് പൂർണ്ണ ഉത്തരവാദി ആ ഭാര്യ തന്നെയാണ്, അവൻ്റെ മുൻ ഭാര്യ തന്നെയാണ്. ഇപ്പോൾ ആരുടെ കൂടെയാണോ ഇരിക്കുന്നത് അവൾ തന്നെയാണ് ഇതിന് കാരണം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം സ്നേഹിച്ച് കെട്ടിയിട്ട് പോലും ഈ ഭർത്താവിനെ ചതിച്ചതിന് ശേഷമാണ് അവൾ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. ഇനി നാളെ വേറൊരു ബന്ധത്തിലേക്ക് ഇവൾ പോകില്ല എന്ന് ആർക്കെങ്കിലും ഉറപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു കുഞ്ഞുണ്ടായിട്ട് പോലും അവൾ വേറൊരു റിലേഷൻഷിപ്പിന് പോയി. ഇനി ഈ കുഞ്ഞിൻ്റെ ജീവിതമല്ലേ, ഇവൾ ഇനിയും പോവുകയാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ജീവിതമല്ലേ അനാഥമായി പോകുന്നത്? ചിലപ്പോൾ ഇവന് ജയിക്കാൻ വേണ്ടിയായിരിക്കും ഈ ഒരു വേല അവൾ ചെയ്തത്. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ ഭർത്താവിന് ഇങ്ങനത്തെ രീതിക്കുള്ളൊരു ഭർത്താവ് എനിക്ക് വേണ്ട. ചിലർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു, എനിക്കിങ്ങനെ ഒരു എൻ്റെ അത്ര സ്റ്റേറ്റസ് ഇല്ലാത്ത, അല്ലെങ്കിൽ എൻ്റെ അത്ര ഉയർച്ചയില്ലാത്ത അങ്ങനത്തെ ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട എന്ന രീതിക്കൊക്കെ ചിലർക്ക് തോന്നും. ഈ ഇടയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഭാര്യ വിദേശത്ത് ജോലിക്ക് പോയി, ഭർത്താവ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഭാര്യയ്ക്കല്ല പ്രശ്നം കേട്ടോ, ഭർത്താവിനാണ്. ഭർത്താവിന് ഇവിടെ നാട്ടിൽ വേറെ ബന്ധങ്ങൾ ഉടലെടുക്കുന്നു. പക്ഷെ അതൊക്കെ ഭാര്യ കൈയോടെ പൊക്കി അതൊക്കെ നല്ല രീതിയിൽ വാൺ ചെയ്തൊക്കെ വിട്ടിട്ടുണ്ട്. ഇനി എന്താവുമെന്തോ അറിയില്ല. ഇത് ഭാര്യയായാലും ഭർത്താവായാലും തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. സ്ത്രീക്ക് നിയമം സ്ത്രീയുടെ വശത്തെന്ന് കരുതി സ്ത്രീ ചെയ്യുന്ന എന്ത് കാര്യത്തിനും അത് നല്ലതാണ്, അല്ലെങ്കിൽ അവൾ ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഈ ആണുങ്ങൾക്കും എന്താ ന്യായം വേണ്ടെന്നുണ്ടോ? ആണുങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ആ ന്യായം നടപ്പാക്കുക തന്നെ വേണം. ഇവിടെ എന്ത് തെറ്റ് ചെയ്താലും എന്ത് കുറ്റം ചെയ്താലും ഒരു കൂസലും ഇല്ലാതെ, ഒരു മണ്ണാങ്കട്ടയും ഇല്ലാതെ ഇറങ്ങി നടക്കുന്നവരാണ്. ഒരു കൊലക്കുറ്റം ചെയ്താൽ പോലും അതിനൊന്നും ശിക്ഷ പോലും കൊടുക്കത്തില്ല. കഴിഞ്ഞ ദിവസം കണ്ടു കൂടത്തായി മറ്റേ കൊലക്കേസിലെ ജോളിയെ തീറ്റി പോറ്റുന്നത്. അവളെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നു. എത്ര പേരെ കൊന്നവളാണ് അവള്. എന്നിട്ട് അവളെ ജയിലിലിട്ട് തീറ്റി പോറ്റുകയാണ്. ആർക്ക് വേണ്ടി? മരിച്ച ഒരു വ്യക്തികൾക്ക് ഒരു നീതി എന്ന് പറയുന്ന സാധനം കിട്ടിയിട്ടില്ല. അവൾ സയനൈഡ് കൊടുത്ത് എല്ലാവരെയും കൊന്നതിന് ശേഷം അവളെ ജയിലിലിട്ട് തീറ്റി പോറ്റുകയാണ്. ജിഷ വധക്കേസിലെ ആ ബംഗാളി, അവനെ ഇപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. ജയിലിലിട്ട് തീറ്റിപ്പോറ്റി അവനെ കാണാൻ നല്ല വണ്ണം വെച്ച് നന്നായിട്ടിരിക്കുന്നു. എന്തിനാണ് ഇവനെയൊക്കെ ഇട്ട് തീറ്റിപ്പോറ്റുന്നത്? ഇവരെയൊക്കെ അങ്ങനെ കൊന്നുകളയണമായിരുന്നു. എങ്കിൽ മാത്രമേ ഇതുപോലെ കൊലക്കുറ്റം ചെയ്യുന്നവരെ കൊന്നുകളയേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ നാട് നന്നാവൂ. ഇപ്പോൾ കൊല ചെയ്താലും ഒന്നുമില്ല, ഈ എന്ത് പെണ്ണ് പിടിച്ചാലും ഒന്നുമില്ല. ഒരു തെറ്റും, എന്ത് വലിയ തെറ്റിനും പുറത്തിറങ്ങി അന്തസ്സായിട്ടാണ് അവന്മാർ നടക്കുന്നത്. സാധാരണ ജനങ്ങളെക്കാളും ഭയങ്കര മെച്ചപ്പെട്ട രീതിയിലാണ് അവന്മാർ ജീവിക്കുന്നത്. എന്ത് തെറ്റ് ചെയ്താലും അവർക്കൊരു പേടിയില്ല, ഒരു കൂസലും ഇല്ല. ഇപ്പോൾ കൊച്ചു കുട്ടികളിൽ പോലും ഇപ്പോൾ ഒരു 16, 18
16 മുതൽ ഒരു 20 വയസ്സിനിടയിലുള്ള പിള്ളേർ പരസ്പരം കളി പറയുന്നു, അതിന് തിരിച്ച് കളിയടിക്കുന്നു, പിന്നെ അടുത്ത് കൊല്ലുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ കൊല ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കൊലക്കുറ്റം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു പാഷൻ പോലെയാണ്. അപ്പോൾ എന്തായാലും ഈ രഞ്ജീഷ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്, മരിച്ചുപോയ ആ ചെറുപ്പക്കാരന് നീതി കിട്ടണം. അതിന് ഈ ഭാര്യ തന്നെയാണ് അവൻ്റെ മരണത്തിന് ഉത്തരവാദി. അവനെ വഞ്ചിച്ചിട്ട് പോയിട്ടും അവൻ ആ കുഞ്ഞുള്ളതിൻ്റെ പേരിലാണ് അവൻ ഇത്രയും കാലം ജീവിച്ചത്. അപ്പോൾ ആ കുഞ്ഞിനെയും കൂടെ അവനിൽ നിന്ന് അകറ്റിയപ്പോൾ അവന് പിന്നെ ആരുമില്ല ഈ ലോകത്ത്. അവൻ ആർക്ക് വേണ്ടി ജീവിക്കണം? സ്നേഹിച്ച് കെട്ടിയ ഒരു പെണ്ണിനെ വേണ്ടി ജീവിക്കാനായിട്ട് അവന് പറ്റത്തില്ല. അപ്പോൾ ഒരു കുഞ്ഞുണ്ടെന്ന് കരുതിയല്ലേ അവൻ ജീവിച്ചത്. ആ കുഞ്ഞിനെയും പോലും അവനിൽ നിന്ന് പറിച്ചെടുത്തു. ഇതിന് പൂർണ്ണ ഉത്തരവാദി അവൾ തന്നെയാണ്. അവൾക്ക് ഇതിനുള്ള ശിക്ഷ കിട്ടണം. അത് തന്നെയാണ് പറയുന്നത്. ഇനി ഇതിൽ പരമായിട്ട് വേറെ ഒന്നുമില്ല. അവൾക്ക് ഇതിനുള്ള ശിക്ഷ കിട്ടണം. ഈ രഞ്ജീഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് അവരുടെ രഞ്ജീഷിൻ്റെ അമ്മയ്ക്കും അച്ഛനും മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ അമ്മയ്ക്കും അച്ഛനും അവരുടെ മകനെയും അവരുടെ ചെറുമകനെയാണ് നഷ്ടപ്പെട്ടത്. അവർക്ക് ആരുമില്ല ഇപ്പോൾ. ഇത്രയും നാൾ അവരുടെ വീട്ടിൽ ഒരു കൊഞ്ചിച്ചും ലാളിച്ചും ഒക്കെ നടത്തിയിരുന്നത് അവനെയാണ്. അപ്പോൾ എല്ലാവരുടെയും സ്നേഹം അവനിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവർക്കൊക്കെ എന്തുമാത്രം വേദനയും വിഷമം ഉണ്ടായിരിക്കും. അവൾ ചെയ്യുമ്പോഴത്തേക്കും അവൾ ചെയ്യുന്നതെല്ലാം നല്ല കാര്യമെന്നാണോ? അവളെ എന്തായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുക തന്നെ വേണം ആൾക്കാർ. ആ നാട്ടിലുള്ളവരൊക്കെ പറയുന്നു അതുപോലെ അവനെപ്പോലൊരു ചെറുപ്പക്കാരൻ, അത് അത്രയ്ക്ക് നല്ലൊരു മനസ്സിനുടമയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്. അവന് ഈ ഒരു ഗതി വന്നത് ആ നാട്ടുകാർക്ക് തന്നെ എന്ത് വിഷമമുണ്ട്. അപ്പോൾ കുടുംബക്കാർക്കും അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്കൊക്കെ കാര്യം പറയണോ? ഒരു സ്ത്രീ ചെയ്തതെന്ന് കരുതി, ഒരു സ്ത്രീക്ക് വേണ്ടി നിയമം ഉണ്ടാക്കിയത് മുതൽ സ്ത്രീ എന്ത് ചെയ്താലും സ്ത്രീക്കൊപ്പമാണ് നിയമം, സ്ത്രീക്കൊപ്പമാണ് നിയമം. അവൾ എന്ത് പറഞ്ഞണോ, അവൾ എന്ത് ചെയ്യുന്നു അതിലാണ് വിശ്വാസമുള്ളത് നിയമത്തിന്. ആ ഒരവസ്ഥ മാറണം. തെറ്റ് ചെയ്തവർ, അത് പെണ്ണായാലും ആണായാലും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. എന്തായാലും ഈ ഒരു പ്രവൃത്തി ഇനി വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല. കൊല ചെയ്യുന്നവർ അത് ഏത് സംഭവത്തിലൂടെ, എന്ത് സംഭവ വികാസങ്ങളിലൂടെയോ വന്നതെന്ന് അത് കൃത്യമായി അവതരിപ്പിക്കാനും അത് ബോധ്യപ്പെടുത്താനും ഇവിടുത്തെ വക്കീലോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ബാധിച്ച് അവൾക്കെതിരെ പറയാനായിട്ട് സാധിക്കും. എന്ത് കുറ്റമാണ് അവൾ ചെയ്തിട്ടുണ്ടെന്ന് നല്ല രീതിയിൽ പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതി ഉണ്ടാവാൻ അനുവദിക്കാതെ ഇവളുടെ ശിക്ഷ നടപ്പാക്കണം. അവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. എന്തൊരു പാവം, ഒരു 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 എന്താ മനക്കെട്ടി ഇല്ലാത്തത് കൊണ്ടല്ലേ, അയാളൊരു പാവം ആയത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇതിന് മുന്നേ അയാൾ നീയെ വഞ്ചിച്ചു. അപ്പോഴേ അയാൾ നീ പോണെങ്കിൽ പോട്ടെ, എൻ്റെ ഒരു മകനുണ്ട്, ആ മകന് വേണ്ടി അയാൾ ജീവിച്ചു. ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? 8 വയസ്സ് വരെ നോക്കിയത് ഇയാളാണ്. ഇയാളും ഇയാളെ കുടുംബക്കാരുമാണ്. അത്രയും നാൾ നീ ഇല്ലായിരുന്നു. അന്നൊന്നും വേണ്ടാത്ത മകനെ ഇപ്പം മാത്രം തന്നെയാണ് പൊക്കി പിടിച്ചുകൊണ്ട് പോയത്. ഇവൾ ഇന്ന് ഈ ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരുത്തൻ്റെ കൂടെ പോയി, നാളെ ഇവനെ ഉപേക്ഷിച്ച് വേറൊരുത്തൻ്റെ കൂടെ പോകുമ്പോൾ ഈ കുഞ്ഞാണ് അനാഥമാകുന്നത്. അതുകൊണ്ട് ഇവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോരാടണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഓക്കെ.